ഒരിക്കൽ കൂടി ഒരു ബദർ ദിനം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ കണ്ണീരിൽ കുതിർന്ന ചരിത്രം പറയുന്ന, അവരുടെ ജീവനും അവരുടെ രക്തവും അവരുടെ സർവ്വസമ്പത്തും പരിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ബദറിന്റെ പോരാട്ട ചരിത്രം. ബദറിലേക്ക് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്തിരുന്നു, അള്ളാഹുവെ, ഈ സംഘം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭൂലോകത്ത് നിന്നെ ആരാധിക്കുന്ന ആരും ബാക്കിയുണ്ടാകില്ല. എന്ന് മാത്രമല്ല, ബദറിലേക്ക് ഇറങ്ങുന്ന സഹാബികൾ അവർ അർപ്പണബോധവും അതുപോലെ തന്നെ അടിയുറച്ച ഈമാനുമായിരുന്നു അവരുടെ കൈമുതൽ. കാരണം ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും സർവസജ്ജരായ ഒരു സൈന്യത്തിന് മുമ്പിലേക്കാണ് ന്യൂനാന്യൂനപക്ഷമായ 313 സഹാബികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബദറിന്റെ രണഭൂമിയിലേക്ക് ചെല്ലുന്നത്. ബദരീങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഒരുപാട് വചനങ്ങളിലൂടെ അവരുടെ മഹത്വവും അവരുടെ സ്ഥാനവും ഭൂമിലോകത്തും പരലോകത്തും ഒക്കെ അള്ളാഹു തആല അവർക്ക് കൊടുത്ത പ്രത്യേക പദവികളെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ഇരിപ്പിടങ്ങളിലുമൊക്കെ വിശാലത കൊടുക്കാൻ വേണ്ടിയിട്ടും വിശുദ്ധമായ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഈ മഹാന്മാരായ ബദരീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബദരീങ്ങൾ എന്ത് ചെയ്താലും അവരുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്നതാണ്. എന്നിട്ടും മഹാന്മാരായ ബദരീങ്ങൾ അവരുടെ സൂക്ഷ്മതമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണുണ്ടായത്. ഇങ്ങനെയുള്ള ബദറിന്റെ പോരാട്ട വീര്യത്തിന്റെ കഥ പറയുന്ന ബദർ ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ബദർ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ, എന്തും അതിനുവേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ മഹാത്മാക്കളായ മഹാന്മാരായ സഹാബിമാരുടെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ത്യാഗോജ്ജലമായ ചരിത്രങ്ങളാണ്. അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങൾ അനുസ്മരിക്കാതെ ബദർ ദിനം നമുക്ക് കടന്നു പോകരുത്. ബദർ ദിനം എന്നല്ല, എപ്പോഴും നാം നിരന്തരം ഓർത്തിരിക്കേണ്ടവരാണ് ബദരീങ്ങൾ. പ്രത്യേകിച്ചും മഹാന്മാരായ ശുഹദാക്കളെ കുറിച്ച് പൊതുവെയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ മഹത്വങ്ങളെ വിവരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും ശ്രേഷ്ഠമാന്മാരാക്കി പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിന്റെ ചരിത്രങ്ങളുടെ സംഭവങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചെറിയ നിലക്കെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള മഹാന്മാരായ ബദരീങ്ങളെ ഓർത്തെടുക്കുന്ന ഈ ബദർ ദിനം ഒരിക്കൽ കൂടി നമ്മിലേക്ക് സമാഗതമായപ്പോൾ ആ മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് നാം സ്മരിക്കുന്നതോടൊപ്പം ആ മഹാന്മാരുടെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതാം. അല്ലാഹു തആല ആ മഹാന്മാരായ ശുഹദാക്കളോടൊപ്പം നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.